ഭീകരരുടെയും അവരുടെ മാസ്റ്റേഴ്സിനെയും ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവർ എവിടെ ഒളിച്ചാലും പ്രശ്നമില്ല. പഹൽഗാമിൽ എങ്ങനെയാണ് ഭാരതം പ്രതികാരം ചെയ്തതെന്ന് ലോകം കണ്ടതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണത്തിലിരിക്കെ ഭീകരതയ്ക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിനെയും പ്രധാനമന്ത്രി വിമർശിച്ചു. ഭീകരത നമ്മുടെ രക്തം ചിന്തിയപ്പോൾ കോൺഗ്രസ് ഒന്നും ചെയ്യാതെ ഡൽഹിയിൽ ഇരിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. അഹമ്മദാബാദിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. आतंकवादी और उनके आकाओं को हम छोड़ते नहीं। चाहे वो कहीं भी छुपे हो, दुनिया ने देखा है कि पहलगाम का बदला भारत ने कैसे लिया। 22 मिनिट में બધું સફા ચટ કરી નાખ્યું. અને સેંકડો કિલોમીટર અંદર જઈને નક્કી કરેલા નિશાન પર જ વાર કરીને આતંકવાદની નાભી પર હુમલો કર્યો. આપણે ऑपरेशन सिंदूर हमारी सेना के शौर्य और सुदर्शन चक्रधारी मोहन के भारत की इच्छा शक्ति का प्रतीक बन गया है. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, അഹമ്മദാബാദിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രധാനമന്ത്രി ഭീകരവാദത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. ഭീകരരെയും അവരെ സഹായിക്കുന്നവരെയും ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. ഭീകരവാദത്തോട് നോ കോംപ്രമൈസ് എന്നതാണ് ഈ സർക്കാരിൻ്റെ നിലപാട്. സീറോ ടോളറൻസ് ആണ് ഭീകരവാദത്തിനെതിരെ ഈ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ഈ രാജ്യത്തിന് അത് ബോധ്യമുള്ളതുമാണ്. അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ സമരം തുടരും എന്നാഞ്ഞ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ശൈലി നരേന്ദ്രമോദിക്കുണ്ട്. ഇതാ ഇപ്പോൾ അഹമ്മദാബാദിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഭീകരരുടെയും അവരുടെ മാസ്റ്റേഴ്സിനെയും ഒരിക്കലും വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവരെവിടെ ഒളിച്ചാലും പ്രശ്നമല്ല. പഹൽഗാമിൽ എങ്ങനെയാണ് ഭാരതം പ്രതികാരം ചെയ്തത് എന്ന് ലോകം കണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഭാവൽപൂരിലൊക്കെ ജെയ്ഷെ ഭീകരൻ്റെ കുടുംബത്തെ ഒന്നാകെ, ആ സ്ഥലത്തുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ ഒന്നാകെ ചുട്ടരിച്ചാണ് ഭാരതത്തിൻ്റെ പൈലറ്റുമാർ മടങ്ങിയെത്തിയത്. ഒപ്പം തന്നെ പഹൽഗാമിൽ നമ്മുടെ പൗരന്മാരുടെ ജീവനെടുത്ത 3 ഭീകരരെ വെടിവെച്ച് കൊല്ലുന്നതിനും നമ്മുടെ സൈന്യത്തിന് സാധിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടെ അദ്ദേഹം ഓർത്തിട്ടുണ്ടാകണം. അദ്ദേഹം പറയുന്നത്, ഭരണത്തിലിരിക്കെ ഭീകരതയ്ക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിനെ അദ്ദേഹം വിമർശിച്ചു. ഭീകരൻ നമ്മുടെ രക്തം ചിന്തിയപ്പോൾ കോൺഗ്രസ് ഒന്നും ചെയ്യാതെ ഡൽഹിയിൽ ഇരിക്കുകയായിരുന്നു എന്നും പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തു. ഒരുപക്ഷെ മുംബൈ ഭീകരാക്രമണം അടക്കം അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ ഓർത്തിട്ടുണ്ടാകാം. അതിശക്തമായ നിലപാട് ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ആശയം. വ്യക്തമാണ്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തും എന്നുള്ള വിവരങ്ങളാണ് പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ പങ്കുവച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.